ഹായ് ഗൈസ്, അങ്ങനെ എഗെയിൻ രേണുസുതി നമ്മുടെ ചാനലിലെ കണ്ടന്റ് ആവാണ് സുഹൃത്തുക്കളെ. അപ്പം രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ രേണുസുതിനെ പറ്റിയിട്ട് ലക്ഷ്മി നക്ഷത്ര ഓൺലൈൻ മീഡിയസിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് രേണുസുതിയുടെ അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. തീർച്ചയായിട്ടും രേണു ചേച്ചിയുടെ ലൈഫാണ്, അവരുടെ തീരുമാനങ്ങളാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ റൂൾസാണ്. അതിൽ വേറെ ഒരാളും ഇടപെടേണ്ട ഒരാവശ്യമില്ല. അപ്പോഴും ഇത്രയും വിമർശനങ്ങൾ പുള്ളിക്കാരിക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും തൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നും പുള്ളിക്കാരി അറിയപ്പെടുന്നത് സുധിച്ചേണ്ട പേരിൽ തന്നെയാണ്. ഇപ്പം ലാസ്റ്റ് നമ്മളാണെങ്കിൽ അവരുടെ ആ ഒരു മോഹം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം റിയാക്ട് ചെയ്തിട്ട് ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കം തന്നെയാണെങ്കിൽ ഇൻ ലവിങ് മെമ്മറീസ് ഓഫ് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് സുധിച്ചേണ്ട പേരിൽ തന്നെയാണ് ഇന്നും പുള്ളിക്കാരുടെ ഒരു വർക്കാണെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്കാരി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിമർശനങ്ങൾ പുള്ളിക്കാരിക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്നവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട? എന്താ പറഞ്ഞേ? എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട? ഇതാരും ഈ പറയണേ? എൻ്റെ പൊന്നിയേച്ചി, നിങ്ങൾ തന്നെയല്ലേ അന്ന് രേണുസുതിനെ വെച്ചിട്ടാണെങ്കിൽ അന്ന് സുധിച്ചേണ്ട ആ ഒരു പെർഫ്യൂം, ആ ഒരു മണം എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മാത്രമല്ല, അതിനകത്ത് ഭയങ്കര മാസമായിട്ടുള്ള ബീജവും സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വന്നതൊക്കെ ആ രീതിയിൽ ചെയ്ത ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ഒരു ലൈഫിനെ കണ്ടന്റ് ആക്കിയ ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ? ആ ഫേസ് ഒന്ന് കാണിക്കൂ. എനിക്ക് ഇതല്ലേ ഇഷ്ടം? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷൻ അല്ലേ? അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കറാണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഞാൻ റിങ്കോട്ടെ. ഓക്കെ, ഈ പുള്ളിക്കാരി അന്ന് ആ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് ഇന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തിനാണ് അവരുടെ ലൈഫിലോട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് പോകുന്നുള്ളൊരു രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അന്ന് ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും, എടാ അന്ന് ചെയ്തേക്കുന്ന ഒരു നല്ല കാര്യം തന്നെ. ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ നല്ല കാര്യം തന്നെയാണ്. രേണുസുതി ആവശ്യപ്പെട്ടത് പ്രകാരം പുള്ളിക്കാരി അങ്ങനെ ചെയ്തു കൊടുത്തേക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒരു കണ്ടന്റ് ആക്കി എടുത്തിട്ട് ഭയങ്കര സെൻറ്റി ബീജിയമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിച്ച് കയറ്റിയിട്ട് ആ രീതിയിൽ വീഡിയോ ഇടുകയും അതിനുശേഷം അത് ട്രെൻഡിങ് വന്നപ്പം ഗൈസ് ഇത് ഞങ്ങളുടെ ട്രെൻഡിങ്ങിലായി എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് പുള്ളിക്കാരിക്കാവാം, നമ്മൾ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പുള്ളിക്കാരി ഇവിടെ സംസാരിക്കുക അല്ലേ? അവരുടെ ഒരു ലൈഫിൽ കയറിയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾക്ക് എന്തിനാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ ഒരു പെർഫ്യൂം റിലേറ്റഡ് ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അന്ന് നമ്മുടെ പാഷാണ ചേട്ടനാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സൈബർ ബുള്ളിങ് ഏറ്റിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഒരു പെർഫ്യൂമിന്റെ ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതിന്റെ ഇരയാവുന്നുണ്ട്. അപ്പൊ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് അത് തോന്നും. ഇപ്പൊ എനിക്ക് ഈ സ്തുതിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ രാജേഷ് പറവൂർ ഞങ്ങൾ ഒന്നിച്ചു കളി, ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല. നമ്മള് ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അന്ന് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ വന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അന്ന് പുള്ളിക്കാണെങ്കിൽ കുറെ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളി അന്ന് പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യം തന്നെയല്ലേ? അത് കേൾക്കാനെ കൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേൾക്കേണ്ടതുള്ളത്. എന്നിട്ടാണ് പുള്ളിക്കാരി ഇന്നിപ്പോ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനു കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്നു പിള്ളേരെയെന്ന്. അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ സുധിയുടെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ, നമ്മളത് പറയും. ആ കുട്ടി നേരെ വന്നം ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കണമെന്ന് തന്നെ ഞാനും പറയണം. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾഡായിട്ട് നിൽക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അന്ന് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഷോയിലെ ഒരു എപ്പിസോഡിലാണെങ്കിൽ പുള്ളിക്കാരിയെ ഷോയിൽ കൊണ്ടുവന്നിട്ട് രേണുസുതി നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കണം, അത്ര അടിപൊളിയായിട്ട് നിൽക്കണം എന്നുള്ള കുറച്ച് ഉപദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കണ്ടു. ഞാനത് പിന്നീട് അപ്ലോഡ് ചെയ്യാനൊക്കെ കൊണ്ട് കോപ്പറേറ്റിൻ്റെ സീൻ എന്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ വെക്കാത്തത്. അപ്പം അതിനകത്ത് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ലക്ഷ്മി നക്ഷത്രേ നീയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തത്, എന്നിട്ട് നീ അപ്പുറത്ത് പോയിട്ട് മാറി ഇന്ന് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പം അന്ന് ഇത്തരം കാര്യങ്ങളോട്ടൊക്കെ തള്ളിവിട്ടത് ലക്ഷ്മി നക്ഷത്രമാണ്, എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ മാറ്റി പറയുന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കമൻറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത് എഴുതുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. അത് അയ്യോ
തീർച്ചയായിട്ടും പുള്ളിക്കാരി ചെയ്തേക്കുന്ന ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കാര്യം അതിനകത്തുള്ള കണ്ടന്റ് ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പം നല്ല ഉദ്ദേശത്ത് മാത്രമായിരുന്നു മൈൻഡിലെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വ്ളോഗായിട്ട് ചെയ്യില്ല. കാര്യം എത്രയോ ആൾക്കാർ നല്ലത് ചെയ്യുന്നവരുണ്ട്. അവർ ഈ പറയുന്ന പോലെ വിളിച്ചു പോയി പബ്ലിസിറ്റി ആക്കിക്കൊണ്ട് നടക്കുന്നവരല്ലല്ലോ. ഞങ്ങളറിയാതെ വേറെ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഒരു കാര്യം കൂടി, അന്ന് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ശ്രുതിക്കെതിരെ കുറെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ആരും ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ സുചേട്ടൻ പാവമാണ്, സുചേട്ടൻ്റെ ഇങ്ങനെ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം സുധിശേണ്ട പണ്ടത്തെ ആണെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടതാണ്. ആ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ട് സുധിച്ചേട്ടനെ ആണെങ്കിൽ നല്ല നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അല്ലെ ഇന്ന് നമ്മുടെ ഭൂമിയിലെ ജീവനോടെ ഇല്ലാത്ത സുധിച്ചേട്ടൻ ഇന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം രേണുശേഷി തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന അതൊന്നും അല്ല, ഞാൻ അതിന് അങ്ങനത്തെ ആ ഒരു എലമെന്റേ ഞാൻ തുടത്തില്ല. കാര്യം അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പേഴ്സണൽ സ്പേസ് ആണ്. അതിലൊന്നും ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കത്തില്ല. അത് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷേ പുള്ളിക്കാരിയാണെങ്കിൽ ഈ ഓരോ ഓഡിയൻസിനെ ആണെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മീഡിയാസിൻ്റെ മുന്നിലൊക്കെ അതിൽ ഇന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഹേറ്റും കൂടെ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഹേറ്റും കൂടെ ആണെങ്കിൽ സുധിച്ചേണ്ട പേരിൽ ഇങ്ങനെ കുറേ കമന്റ് ബോക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്കല്ലേ മോൾക്കെന്താ തോന്നണത്? അങ്ങനെ തോന്നുള്ളൂ. അത് പബ്ലിക്കിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറെ കൂടി ജെന്യൂൻ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഹൈഡ് ചെയ്ത് തന്നെ ചെയ്യണമായിരുന്നു. അതൊക്കെ ഹൈഡ് ചെയ്ത് ചെയ്യാതിരിക്കും. മീൻസ് അവര് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും സുധിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സ്പ്രേ കൊടുക്കുമോ? അല്ല, അങ്ങനെ ഓർമ്മ നിൽക്കണേ. ഞാൻ മോൾക്ക് എന്നെ ഓർമ്മ നിൽക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ പ്രസന്റ് നോക്കാം, അത് എടുക്കുമ്പോഴെങ്കിലും മോൾക്ക് ഓർമ്മ ഉണ്ടാവും. അല്ലാതെ പിന്നെ എങ്ങനെ എത്ര പേരിൽ നിലനിൽക്കും? നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും 10 ദിവസം 12 ദിവസം 14 ദിവസം ഇത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ ഓർമ്മ പോയിക്കൊണ്ടിരിക്കുകയും. ഇപ്പോൾ മരണം നടന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അതിനുശേഷം എന്താ ലക്ഷ്മി നക്ഷത്ര എന്നെ ഒരു വീഡിയോ ഇതുപോലെ കരഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ വിഷമം പങ്കുവെക്കുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനായിട്ട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചേട്ടൻ എന്താ ഫീൽ ചെയ്യണേ? ഇതെല്ലാം ഒരു ചിരിയിലൂടെ ഞാൻ തള്ളിക്കളയും, അത്രേ ഉള്ളൂ. എനിക്കതിലൊന്നും പറയാനില്ല. അന്ന് ഇപ്പം ഈ ഒരു ചേട്ടനാണെങ്കിൽ പുള്ളിക്കാരനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് നമ്മളൊരാൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കുകയല്ലേ, ആ ചെയ്ത് കൊടുക്കുന്ന സഹായമാണെങ്കിൽ അത് ഇത്രയും ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ വീഡിയോ ആയിട്ട് കണ്ടന്റ് ആക്കി ചെയ്തൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അതിനകത്ത് ഭയങ്കര മാസീവായിട്ട് ഇങ്ങനെ ഒരു സാഡ് BGM ഒക്കെ കുത്തി നിറച്ചിട്ട് അത് പിന്നെ ഒരു ട്രെൻഡിങ് എന്നുള്ള രീതിയിലാക്കി അങ്ങനെ അതിനെ വെച്ചൊരു അതായത് ആ ഒരു ലൈഫിനെ കണ്ടന്റ് ആക്കിയ ഒരു വ്യക്തി പിന്നീട് ഇപ്പോൾ വന്ന് പറയുകയാണ് മറ്റൊരാളുടെ ലൈഫിൽ കയറി കണ്ടന്റ് ഉണ്ടാക്കാൻ പോലെ പൊന്നും മക്കളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതെന്താണ് അത്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഓക്കെ, ആ ഒരു പുള്ളിക്കാരി ആ ഒരു റഷ്യൻ്റെ ഇടയിൽ പറഞ്ഞ് എന്തോ ആയിക്കോട്ടെ, മീഡിയാസാണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ള പുള്ളിക്കാർക്ക് അറിയാമല്ലോ. പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയാണ്, ആദ്യമായിട്ടല്ല ക്യാമറ കാണുന്നത്, ഇതുപോലെ ആൾക്കാർ വരുന്നതൊന്നും പുള്ളിക്കാരുടെ മുന്നിൽ ആദ്യമായിട്ടല്ലല്ലോ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ആ ഒരു പറഞ്ഞേക്കുന്നൊരു കാര്യം, അതായത് കണ്ടന്റ് നിങ്ങൾ അങ്ങനെ ലൈഫ് കണ്ടന്റ് ആക്കാൻ പോകുന്നൊക്കെ പറഞ്ഞത് അതെന്താണ്? പിന്നെ ഇപ്പം ഈ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ മരണം വെച്ചിട്ട് കുറച്ച് കണ്ടന്റ് ആക്കുന്നതിടെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ കണ്ടന്റ് ആക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ റീസെൻ്റ്ലി കുറച്ച് ഫാമിലി വ്ലോഗേഴ്സ് ആണെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പച്ചയ്ക്ക് ഞാൻ വിളിച്ച് പറയുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്താണ് സംസാരിക്കുന്നത്. എന്ത് തന്നെയാണ് എന്നാലും കുറേയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആരുടെ പേര് കാര്യങ്ങളൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. ചില വ്ളോഗേഴ്സ് ഉണ്ട് മരണം പോലും അവിടെ ആണെങ്കിൽ ആ ഒരു ചിത കത്തി എരിഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് തൊഴുന്ന ആൾക്കാരുടെയൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന ചില ടീംസ് ഉണ്ട്. അവരെയൊക്കെ എന്താണ്ടേ പറയേണ്ടത്? ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു മരണത്തെ പോലും അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ നമ്മുടെ രജിത് കുമാർ ആണെങ്കിൽ രേണുസുദിനെ പറ്റി എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിൻ്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഒന്നുമില്ല, ഇവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പടം വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം ചെയ്യും. അല്ലെ അങ്ങനെ സുധി എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. വിരോധമില്ലല്ലോ.
നമ്മളെ കൊച്ചിന്റെ വയറ്റത്തടിക്കുക. കുറെ ആൾക്കാർ ഇപ്പം രജിത് കുമാർ പറഞ്ഞതാണ് സത്യം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എല്ലാവർക്കും പറയാനുള്ള കാര്യമാണ് രജിത് കുമാർ പറഞ്ഞത്, അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു വ്യക്തി അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അതായത് പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോസ് ഇവർ തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഇവർ എന്ത് വീഡിയോസാണ് ഇടുക, ഞാൻ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ അങ്ങനത്തെ സാധനം കണ്ടിട്ടേ ഇല്ല, മാങ്ങാ തേങ്ങാ ചക്കാന്ന് അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നീട് ഒന്ന് പറയുന്നത് നീ നിന്റെ കാര്യം നോക്കി നടക്കണം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇടേ അറിയാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് എന്താണെന്ന് വീഡിയോസോ ഫോട്ടോസോ കാണാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഒന്ന് സംസാരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ വേറൊരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. രേണുസുധിയായിട്ട് ഇനിയൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതിലേക്ക് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ പറഞ്ഞത് രജിത് കുമാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അഭിനയിക്കുക, എനിക്ക് ആരോട് അഭിനയിക്കുക, എനിക്ക് ആരോട് ആർട്ടിസ്റ്റ് മാത്രമാണ് ഇതിൽ കൂടെ എന്ത് വേണം അല്ലേ? ശരിയല്ലേ? എനിക്ക് സണ്ണിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും ശുദ്ധിയാണെങ്കിലും എല്ലാവരും എനിക്ക് അതിന് ഒരു പ്രോബ്ലം ഏതിലാണെങ്കിലും നമുക്ക് കേട്ടില്ലേ? സണ്ണി ആണെങ്കിലും ഉണ്ണിയാണെങ്കിലും രേണു ആണെങ്കിലും ഈ സണ്ണിയെ ഉദ്ദേശിച്ചേക്കുന്ന ആരെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ആ രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോണം. അപ്പം അത്രയും സാമ്യപ്പെടുത്തിയിട്ടൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ എടാ അയാൾ പറഞ്ഞ കറക്റ്റ് അല്ലെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കും. ആ രീതിയിലല്ലേ രേണുസുധി നടക്കുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുറേ ആൾക്കാർ ചോദിക്കും. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വ്യക്തിയാണ് തൊട്ടപ്പുറത്ത് പോയിട്ട് നീ നിന്റെ കാര്യം നോക്കി നടക്കണം കേട്ടോ എന്നുള്ളൊരു നന്മ അടിക്കുന്നത് അല്ലേ? എടേ നന്മ അടിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും നന്മ അടിക്കണ്ടേ? ഇപ്പുറത്തൊന്ന് പറയുന്ന അപ്പുറത്ത് തൊട്ട സൈഡിൽ കുറച്ച് മൊമെന്റ്സിന്റെ ഇടയ്ക്കാണ് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് അല്ലേ? അത് കണ്ടിട്ടാണ് ഈ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പും ആണെങ്കിൽ അവരുടെ ആണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ആ ഒരു കല്യാണം പോലെ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ സാധനം അന്ന് അവർ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ കാര്യം അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ആ ഒരു ഫോട്ടോഷൂട്ട് ഫേക്ക് അല്ല, മീൻസ് ഈ ഒറിജിനൽ അല്ല, ഫേക്ക് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുണ്ടെങ്കിൽ ഇനി രേണുസുധി നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണെന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതേപോലെയല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ ആ ഒരു ഫേക്ക് ചെയ്ത ആ ഒരു കാര്യം, അതായത് രേണുസുധി ഒരു നെഗറ്റീവ് രീതിയിലുള്ള ആ ഒരു ഫെയിം കിട്ടുന്നുണ്ട്. ആ സാധനത്തിനെ ചുറ്റുപാടുള്ള ആൾക്കാർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു രജിത് കുമാർ ആണെങ്കിൽ പുള്ളി വന്നൊക്കെ പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു? ഈ രീതിയിൽ ഓക്കെ ഇപ്പോൾ സണ്ണി ആണെങ്കിലും ഉണ്ണിയാണെങ്കിലും രേണു ആണെങ്കിലും എനിക്ക് ഒരുപോലെയാണെന്നുള്ള രീതിയിൽ പറയുന്നു. തൊട്ടപ്പുറത്ത് പോയിട്ട് വലിയ നന്മ അടിക്കുന്നു. എല്ലാവർക്കും ഇതറിയാം. മാക്സിമം ഇപ്പോൾ പുള്ളിക്കാരി വെച്ചിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാനെ കൊണ്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു റീച്ച് ഇനി കുറച്ചാൾ ഈ ഒരു റീച്ച് ആ ഒരു കത്തിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊന്ന് അണഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കത്തി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു നിലയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടൊക്കെ പുള്ളിക്കാരി എത്തും നമുക്ക് വിചാരിക്കാം. അപ്പം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മാത്രം പുള്ളിക്കാരിക്ക് ഇവിടെ സെറ്റായിട്ട് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ നടക്കുന്ന വഴികളെല്ലാം ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ പുള്ളിക്കാരിക്ക് ഞാൻ മുമ്പ് വിചാരിച്ച പുള്ളിക്കാരിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നെഗറ്റീവും കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിലനിന്ന് പോകാം ഈ ഒരു ഫീൽഡിൽ അല്ലേ? അത് പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അത് നല്ല രീതിയിലാണെങ്കിൽ പുള്ളിക്കാരി ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന നെഗറ്റീവുകൾ നാളെ ഒരു ദിവസം ഒരു നല്ലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ മൊത്തം അടപടലം മാറും. അതാണ് സോഷ്യൽ മീഡിയ. അത് പുള്ളിക്കാരിക്ക് ഒരു പരിധിവരെയൊക്കെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു രീതിയിൽ പുള്ളിക്കാരി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി ബൈ.